ഹലോ, ആദ്യം തന്നെ ഞാൻ വിം ജെല്ലിനോട് നന്ദി പറയുന്നു. കാര്യം വേറൊന്നുമല്ല, ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ നൈസായിട്ട് അടി പിടിച്ചു. പിന്നെ പണി പാളിയ സമയത്ത് കൂടെ നിന്നവരെയൊക്കെ ഓർക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ എനിക്ക് കുഞ്ഞു കുഞ്ഞു പാഴ്ചകൾ പറ്റുന്നതല്ലാതെ ഇതുപോലെ ഗംഭീര പാഴ്ച ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. അതൊന്നും സാരമില്ല, ഓരോരോ മിസ്റ്റേക്ക് ചെയ്താണല്ലോ നമ്മളത് ശരിയാക്കുന്നത്. ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ മനസ്സിലായി എനിക്ക് പറ്റിയ പണിയുമല്ല എന്ന്. അമ്മ അടിപൊളി ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ സ്വയം എല്ലാം ഏറ്റെടുത്ത് കുഴിച്ചാടിയതാണ് ഞാൻ ഇന്നലെ. മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ട്, അത് ലിസ്റ്റിൽ ഒതുങ്ങാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ എല്ലാവരും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരിക്കില്ലല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോഴാണേലും ലൈഫിലാണേലും എന്തെങ്കിലുമൊക്കെ കൂടിയും കുറഞ്ഞു പോകും. ചില ദിവസം ഉപ്പ് കൂടിപ്പോവും, ചില ദിവസം എരിവ് കൂടിപ്പോവും, ചില ദിവസം ഇത് രണ്ടും കൂടും, ചില ദിവസം ഇത് രണ്ടും ഇല്ലാത്ത അവസ്ഥ വരും. എൻ്റെ മാത്രം കാര്യമല്ല, ഒട്ടുമിക്ക ആൾക്കാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം ആരും നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരികയില്ല, നമ്മൾ വേണം അതിനെ തേടി പോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പറയണ കേട്ടാ തോന്നും ഞാൻ വലിയ ആളാണ്. വലിയ ആളായിട്ടൊന്നുമല്ല, എൻ്റെ ജീവിത അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നമുക്കെന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ വേണം ഓടിച്ചെന്ന് പിടിക്കാനായിട്ട്, അല്ലാണ്ട് അത് ഇങ്ങോട്ട് വന്ന് കയ്യിലിരിക്കത്തൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ പഠിക്കണതും ചെയ്യുന്നതും. ഇപ്പം ഈ ബിരിയാണിയുടെ കാര്യം തന്നെയാണ്. ഇത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഒരു കാലത്തും എന്നെ കൊണ്ട് അത് നടക്കില്ല. അതുകൊണ്ടാണ് ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.